ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. മോട്ടറോളന്റെ ഏറ്റവും പുതിയതായിട്ട് ഇപ്പം വന്നിട്ടുള്ള ഫോണാണിത്. മോട്ടോ G15 എന്ന ഈ ഒരു മോഡല്. കഴിഞ്ഞ വർഷത്തെ മോഡലായ മോട്ടോ G14 എന്ന മോഡലിന്റെ റീപ്ലേസിംഗ് മോഡലാണിത്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. പിന്നെ കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനും വരുന്നുണ്ട്. ഇപ്പൊ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണും കൂടെ ആണിത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബോക്സിൽ നിന്ന് കിട്ടിയതൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി ടു USB കേബിൾ, സിം എജക്റ്റിംഗ് ടൂള്, കുറച്ച് യൂസർ മാനുവൽ, ഒരു സിലിക്കോൺ കേസ്, പിന്നെ നമ്മളെ ഫോൺ. ഇത്ര ഐറ്റംസ് ആണ് ബോക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ ഫോണിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫോൺ. 4 കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഗ്രേ കളർ, ഗ്രീൻ കളർ, സൺറൈസ് ഓറഞ്ച്, സിയ ബ്ലൂ എന്നിങ്ങനെയാണ് ഉള്ളത്. നമ്മളെ കയ്യിലുള്ളത് ഗ്രീൻ കളറാണ്. മോട്ടറോളന്റെ ഓൾമോസ്റ്റ് ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ്. യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. സിമിലർ ആയിട്ടുള്ള ഡിസൈനുകളൊക്കെ തന്നെയാണ് വരുന്നത്. ക്യാമറ മോഡ്യൂളും ഒക്കെ തന്നെ ഇതേ ഒരു ഡിസൈനിലാണ് കൊടുക്കാറ്. അപ്പൊ ഇങ്ങനെ വാഗൺ ലെതർ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആവേ ഫിംഗർ പ്രിന്റിന്റെ അടയാളം വരെ ഒന്നും തന്നെ ഇല്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 190 ഗ്രാം ആണ് ഇതിന്റെ ഒരു ഭാരം വരുന്നത്. പിന്നെ അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. 8.2 mm ആണ് തിക്നെസ് ഉള്ളത്. പിന്നെ ഫോണിന്റെ ഒരു ഭാഗത്തായിട്ടാണ് പവർ ബട്ടൺ, വോളിയം ഫോക്കസ് ഇവിടെ ആണ് വരുന്നത്. മുകളിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. അപ്പൊ ഈ ഒരു ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേ കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഫോണിന്റെ താഴ്ഭാഗത്ത് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഒരു മെയിൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ്. മുകളിൽ കൂടെ നമ്മൾ ഇയർഫോൺ ഒക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത്. കുറെ മുമ്പ് വന്നിട്ടുള്ള ഫോണുകളിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ വരുന്നത് എനിക്കൊരു ബോറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. താഴ്ഭാഗത്ത് തന്നെ വരുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ബ്രൈറ്റ്നസ് ഒക്കെയാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് കിട്ടുന്നത്. 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് IPS LCD 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ സൈഡിലും മുകളിലും താഴെ ഭാഗത്തൊക്കെ തന്നെ നല്ല ബെസൽസ് കുറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. അതുപോലെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഉള്ളത്. ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല വെയിലുള്ള സമയത്തൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ IP54 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് ഈ ഫോൺ വരുന്നത്. ഇപ്പൊ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണെന്ന് പറയാം. പിന്നെ ഈ ഒരു ഫോണിലും Android 15 തന്നെയാണ് വരുന്നത്. 2 വർഷത്തെ OS അപ്ഡേഷനും 1 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കിട്ടുന്നുണ്ട്. ഇനി മീഡിയാടെക്കിന്റെ Helio G81 Extreme എന്നുള്ള ഒരു ഒക്ടാ കോർ പ്രോസസറാണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോൺ 4G ആണ്, 5G അല്ല. അപ്പൊ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള പ്രോസസർ ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. കാരണം ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള മോട്ടറോളന്റെ തന്നെ G05 എന്ന മോഡലും ഇതേ ഒരു പ്രോസസറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു പ്രൈസ് എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7000 രൂപയുടെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ 7000 രൂപയുടെ ഉള്ളിൽ വരുന്ന ഫോണിന്റെ പ്രോസസറാണ് ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഊഹിക്കാനുള്ളൂ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള പ്രോസസറാണ് എന്നൊക്കെ. അപ്പൊ അത്ര ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒന്നും ഇതിൽ കളിക്കാൻ പറ്റില്ല. കളിക്കുമ്പോൾ തന്നെ നല്ല ഹീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രോസസർ ആയതുകൊണ്ട് വീണ്ടും പറയാണ്. LPDDR4X ആണ് റാം വരുന്നത്. 2 വേരിയന്റിലാണ് ഈ ഒരു ഫോൺ ഉള്ളത്. 8GB 128GB പിന്നെ നമ്മളെ കയ്യിലുള്ള 8GB 256GB. അപ്പൊ 8GB റാം എന്നുള്ളത് നമുക്ക് 4GB കൂടെ റാം ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ 12GB ആയിട്ട് യൂസ് ചെയ്യാം. 8GB ആൻഡ് 256GB UIയിൽ വരുന്ന പ്രൈസ് 569 ദിറംസ് ആണ്. ഇന്ത്യയിൽ ഏകദേശം 14,000 രൂപയുടെ അടുത്താണ് വരുന്നത്. ചില കാർഡ് ഓഫറുകളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു 12,500 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നതാണ്. ഇനി ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ കുറെ ക്യാമറ കൊടുത്ത പോലെ തോന്നിക്കെങ്കിലും ആകെ ഇതിൽ 2 ക്യാമറ വരുന്നുള്ളൂ. പിന്നെ ഒരു ഡമ്മി ക്യാമറയും ഒരു ഫ്ലാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സൽ ഒരു മെയിൻ ക്യാമറ, 5 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 8 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറ ആണ് ഇതിൽ വരുന്നത്. റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയിലും നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇപ്പൊ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ലോ മോഷൻ വീഡിയോയിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോയിൽ ഫിൽറ്റർ മോഡ് വരുന്നുണ്ട്, അൾട്രാ വൈഡ്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പോർട്രേറ്റിൽ നമുക്ക് എത്ര വേണം ബ്ലർ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് വരുന്നുണ്ട്. പിന്നെ പ്രോ മോഡ്,
പിന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പനോരമ, ടൈം ലാപ്സ്, നൈറ്റ് വിഷൻ, ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ക്യാമറയിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിന്റെ വീഡിയോസിന്റെ സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിലെടുത്തിട്ടുള്ള ഫോട്ടോസിന്റെ ക്വാളിറ്റി എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. ഒരു നാച്ചുറൽ കളറൊന്നുമല്ല, കുറച്ചും കൂടെ ബ്രൈറ്റ് കൂടിയിട്ടുള്ളൊരു ഫോട്ടോസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സെൽഫി ഫോട്ടോസും ഒരു ആവറേജ് ആണ്. കുറച്ച് റെഡൊക്കെ കയറി വന്ന പോലെ തോന്നുന്നുണ്ട് ഫേസിലൊക്കെ. പോർട്രേറ്റ് ഒക്കെ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റി ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിൽ തന്നെയാണ്. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ അൾട്രാ വൈഡ് മോഡും കൂടെ ആണിത്. അപ്പോൾ എത്രമാത്രം ഉണ്ട് വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ G05 എന്ന മോഡലിലെ അതേ ഒരു ക്യാമറ ക്വാളിറ്റി ഒക്കെ തന്നെയാണ് ഇതിലും കിട്ടുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 5 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ കൂടുതൽ വരുന്നുണ്ടെന്നുള്ളൂ. ഇപ്പോൾ സെൽഫി ക്യാമറന്റെ വീഡിയോ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നില്ല. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇത് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ ക്വാളിറ്റി. പിന്നെ ഇതിൽ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ ഒക്കെ നല്ല ഷെയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഉണ്ട്, ഈ ഒരു പ്രൈസിന് പറ്റിയ വീഡിയോ ക്വാളിറ്റി ഒക്കെ തന്നെ ആണോ എന്നൊക്കെ. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസറാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എത്രമാത്രം സ്പീഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വലിയൊരു സ്പീഡില്ല, എന്നാലും അത്ര സ്ലോ അല്ല. ഒരു ആവറേജ് സ്പീഡിലാണ് ഫിംഗർ പ്രിന്റ് സെൻസ് ആയിട്ട് വരുന്നത്. ഫിംഗർ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ആകുമ്പോൾ വർക്ക് ആയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ വർക്ക് ആവുന്നുള്ളൂ. ഫിംഗർ പ്രിന്റ് സെൻസറിനെക്കാട്ടും നല്ല സ്പീഡിലാണ് ഫേസ് ലോക്ക് ഡിറ്റക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല സ്പീഡ് കിട്ടുന്നത് ഫേസ് ലോക്കിനാണ്. ഇനി ഫോണിൽ 5200 mAh ബാറ്ററി ആണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിന്റെ കൂടെ 15 വാട്ടിന്റെ ചാർജറാണ് കിട്ടുന്നത്. ഇതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 18 വാട്ട് വരെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 15 വാട്ടിന്റെ ചാർജറൊക്കെ വെച്ചിട്ട് ഈ ഒരു 5200 mAh ബാറ്ററി ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം അധികം എടുക്കുന്നതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ചില ബ്രാൻഡുകളിലൊന്നും തന്നെ ചാർജർ നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു സമയത്ത് മോട്ടോറോള നമുക്ക് ചാർജർ തരുന്നുണ്ട്. അതന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അപ്പൊ എത്രമാത്രം സൗണ്ട് ഉണ്ട് എന്നൊന്ന് നമുക്ക് കേട്ട് നോക്കാം. അപ്പൊ സൗണ്ട് കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ടും ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഒക്കെ തന്നെയാണ്. സൗണ്ടിലൊന്നും യാതൊരു കുഴപ്പമില്ല, അടിപൊളി. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും NFC ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. അതുപോലെ തന്നെ സ്ക്രീൻ മിററിങ്, സ്ക്രീൻ റെക്കോർഡിങ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എല്ലാ മോട്ടോ ഫോണിലും വരുന്ന പോലെ തന്നെ ഇതിലും ഒരുപാട് ഷോർട്ട് കീയും കാര്യങ്ങളും ഇതിലും കൊടുത്തിട്ടുണ്ട്. 1 ഹാൻഡ് മോഡ്, അതുപോലെ തന്നെ സ്ക്രീൻ ലോക്ക്, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ജസ്റ്റ് ഫിംഗർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട്, പിന്നെ ക്വിക്ക് പിക്ചർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് വരുന്നത്, എല്ലാം തന്നെ ഇതിലും വരുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന മോട്ടോ G05 എന്ന മോഡലിലുള്ള സിമിലർ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആകെ 1-2 മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. മെയിൻ ആയിട്ട് 5 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ഈ ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ 8GB റാം, 256GB സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. എന്നാൽ ആ ഒരു ഫോണിൽ 4GB റാം, 128GB സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഡിസ്പ്ലേ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റിയും ബാറ്ററി സൈഡും അതുപോലെ തന്നെ പ്രൊസസ്സറും ഒക്കെ തന്നെ സെയിം ആണ് കൊടുത്തിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പ്രൈസ് തമ്മിൽ കുറച്ചധികം തന്നെ മാറ്റമുണ്ട്. ആ ഒരു ഫോണിന് വന്നിട്ടുണ്ടായിരുന്നത് 8000 to 9000 രൂപയുടെ ഉള്ളിലാണ് 4GB and 128GB. എന്നാൽ നമ്മൾ ഈ ഒരു ഫോണിന് വരുന്നത് 12000 to 14000 രൂപയുടെ ഉള്ളിലാണ്. അപ്പൊ പ്രൈസ് തമ്മിൽ കുറച്ചധികം മാറ്റമുണ്ട്. അപ്പൊ ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഇത്രയുള്ളൂ നമ്മൾ ഈ ഒരു ഫോണിന്റെ വീഡിയോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.